ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് സ്കിൻ കെയർ പരിപാടികളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് മൂക്കയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാനായിട്ടുള്ള സംഭവം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ചെയ്തു തരുന്ന അഞ്ജു ആണ്. അപ്പോൾ അഞ്ജു ചെയ്യാൻ പോവുകയാണ്. ചെയ്തോളൂ അഞ്ജു. മൂക്ക് നനച്ചിട്ട് വെള്ളം വേണം. നനച്ചു ഇങ്ങനെ പോരാ, വെള്ളം വേണം. നല്ല വെള്ളം വേണോ? അപ്പോൾ നമ്മൾ മൂക്ക് നനച്ചിട്ടുണ്ട്. ഓ ഞാൻ മൂക്കിൽ ഒരെണ്ണം പോരാൻ തോന്നുന്നു. രണ്ടെണ്ണം വെക്കട്ടെ. ഇത് ഉറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്തോന്ന് ഇത് ഉണങ്ങി കഴിയുന്നവരൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുളിക്കാൻ പോവാണ്. നമ്മുടെ വൈറ്റ് ഹെഡ്സും ഓ ജീസസ്, ഇറ്റ്സ് ടു മച്ച്. വൈറ്റ് ഹെഡ്സ് ഇരിക്കുന്നത് ഇപ്പൊ മൂക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഉണ്ട്. പക്ഷെ ഒരു 90% പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമ്മള് ഫേസ് മാസ്ക് ഇടാൻ പോവുകയാണ്. നല്ല തണുപ്പുണ്ട്. നിന്റെ മൂക്കിന് ഇത് കറക്റ്റ്. എന്റെ മൂക്കിന് ഞാടിന്ന് വെട്ടിക്കളയത്. അഞ്ജു ബിരിയാണി ഉണ്ടാക്കിയോ? ബിരിയാണിയോ? ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് കാലമായി. വൈകുന്നേരം നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് റൈസ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ചിക്കൻ ഇവിടെ അഞ്ജു തൊലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സവോള അരിയാന്നാണ്. ഇപ്പൊ നമ്മൾ സവോള അരിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത് പച്ചമുളകാണ്. പച്ചമുളക് ബിരിയാണിക്ക് വേണ്ട പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ അരി വെച്ചിട്ടുണ്ട്. ഇവിടെ വേവിച്ച അരി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ. അതേപോലെ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സവോള വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണയും ബട്ടറും കൂടെ ഇട്ട് വെച്ചേക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് സവോളയും കൂടെ മിക്സിലടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സ്റ്റാർ മുറിച്ചിട്ട് ഏതോ വേറെ സ്റ്റാർ ആക്കി ഇട്ടിട്ടുണ്ടോ. ഗ്രാമ്പൂ, നമ്മുടെ കറുവപ്പട്ട, ഏലക്ക ഗായ്സ്, കുറച്ച് ജീരകം, ബേ ലീവ്സ് ഒരെണ്ണം ഒടിച്ചിടുന്നു. ഒടിച്ചിട്ടിരിക്കുന്നു. കുറച്ച് കുരുമുളക് ഇട്ട് അത് വഴറ്റാൻ പോവുകയാണ്. സവോള ഇട്ട് കുറച്ച് ഉപ്പിട്ടുന്നു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അത് മിക്സിയിൽ അടിച്ചതാണ്. അതോടിട്ട് നമ്മൾ ഇളക്കുന്നു. സവോള പച്ചമുളക് തക്കാളിയും കൂടെ ഇട്ട് പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളെ ആ പേസ്റ്റ് നമ്മളെടുത്ത് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. അത് വല്ലാത്ത ചാടനായിപ്പോയില്ല ചിക്കൻ്റെ. ഒരു അൺഎക്സ്പെക്റ്റഡ് ഷാർട്ടായി. അവിടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇളക്കി സെറ്റായിട്ടുണ്ട്. നമുക്കിപ്പോൾ മൂടി വയ്ക്കണം കുറച്ച് നേരം. അപ്പം നമ്മുടെ കറി ഇവിടെ വെട്ടിത്തിളക്കിയാണ്. ബിരിയാണി ചിക്കൻ വെന്തോ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഞാനാണ് ഇവിടുത്തെ ടെസ്റ്റർ, ഒഫീഷ്യൽ ടെസ്റ്റർ. നമ്മൾ വേറൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ദം ഇടാൻ പോവുകയാണ്. ദം. അപ്പോൾ ചിക്കൻ നമ്മൾ ആദ്യം ഇട്ട് ദം ഇടുന്നു. റൈസ് ഇടാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ റൈസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് നെയ്യ് അതിൻ്റെ മേളിൽ കൂടെ പോകുന്നുണ്ട്. കൂടെ അതിൻ്റെ മേളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യും. ഇനി നമ്മൾ ബാക്കി ചിക്കൻ കറിയും കൂടെ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഒരു ലെയർ ചിക്കൻ കറി ഇട്ടു, പിന്നെ റൈസ് ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലെയർ ചിക്കൻ കറി ഇടുകയാണ്. നമ്മൾ ചിക്കൻ കറി ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ലെയർ റൈസും നെയ്യും നമ്മുടെ സവോള വറുത്തതും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബിരിയാണി ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വിളമ്പാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇത്ര ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ. ബൈ പറ.